ഞാൻ എൻ്റെ 5 വർഷം കംപ്ലീറ്റ് ചെയ്ത്, എൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് കാർമൽ കോളേജ് മാള എന്ന് പറയുന്ന കോളേജിലായിരുന്നു. ഇവിടെ നിന്നാണ് എനിക്ക് പല കാര്യങ്ങളെ പറ്റിയുള്ള ശരിയായ ഇൻഫോർമേഷൻ കിട്ടിയത്. കാരണം അവരൊത്തിരി അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുമായിരുന്നു, കോളേജിനകത്തായാലും പുറത്തായാലും. അതുപോലെ ഞങ്ങളെ കോളേജിന് പുറത്ത് കൊണ്ടുപോയ ഒരു ക്ലാസ്സായിരുന്നു. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. ഞങ്ങളുടെ കോളേജിൽ നിന്ന് പറഞ്ഞാൽ ഗേൾസ് മാത്രം പഠിക്കുന്ന കോളേജ്. അപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയത് ബോയ്സിൻ്റെ കൂടെയാണ്. ബോയ്സും ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. അപ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു എങ്ങനെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ അന്ന് ക്ലാസ് എടുക്കാൻ വന്ന ആ സാറ് ഒരു പ്രീസ്റ്റായിരുന്നു വന്നത്. ആൾ വളരെ ഭംഗിയായിട്ട് ആ ടോപ്പിക് കൈകാര്യം ചെയ്ത് ആർക്കും ഒരു ചമ്മലും തോന്നിയില്ല ആ ക്ലാസ്സിലിരിക്കാനായിട്ട്. ആൾ പറഞ്ഞൊരു കാര്യം ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഈവൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിലായാലും എനിക്കത് വളരെ പ്രയോജനപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പാരൻസ് കുട്ടികളെ ബോഡി പാർട്സ് പഠിപ്പിക്കും കുഞ്ഞിലെ. അപ്പോൾ കണ്ണ് മൂക്കെല്ലാം പഠിപ്പിച്ച് അവസാനം പ്രൈവറ്റ് പാർട്സിൽ തൊട്ട് കാണിച്ചിട്ട് കുഞ്ഞ് ചോദിക്കും ഇതെന്താ. ഉടനടി നമ്മൾ പറയും അയ്യേ വൃത്തികേട്, ചിച്ചി തൊടല്ലേ എന്ന് പറയും. അപ്പോൾ കുട്ടിയുടെ ആ നിഷ്കളങ്കമായ മനസ്സിൽ നമ്മൾ കുത്തിവെച്ച് കൊടുത്തു കഴിഞ്ഞു ഇത് വൃത്തികേടാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കുഞ്ഞിലെ എല്ലാ കുട്ടികളും ഭയങ്കര ക്യൂരിയസ് ആണ്. അവർ വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോഴേ അതെന്താ ഇതെന്താന്ന് ചോദിക്കാൻ തുടങ്ങും. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളുടെ കാര്യം ഞങ്ങൾ ഒത്തിരി ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത അവളുടെ 7 വയസ്സുള്ള മോൻ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ എങ്ങനെയുണ്ടായി. ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അവള് പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിൽ നിന്നാണ് മോനുണ്ടായി എന്ന് പറഞ്ഞു. ഉടനടി ഇവൻ ഒരു പടി കടന്ന് ചിന്തിച്ചു. ഇവൻ ചോദിച്ചു അപ്പോൾ അച്ഛൻ എങ്ങനെയാ അമ്മയുടെ വയറ്റിൽ എന്നെ ഇട്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു ഓക്കെ അതിപ്പോൾ ആ പ്രായം മോനായിട്ടില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ എന്ന് പറഞ്ഞു. ഇവൻ ആ ആൻസർ കൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അടുത്ത വീട്ടിലെ 9ാം ക്ലാസ്സുകാരനോട് പോയി ഇവൻ സംശയ ദൂരീകരണം നടത്തി. അവൻ വളരെ ഭംഗിയായിട്ട് സ്റ്റെപ്സ് മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് ഇവൻ വന്ന് അമ്മോട് പറഞ്ഞു, ഇവൻ്റെ അമ്മോട് ഷെയർ ചെയ്തു. അതേ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇങ്ങനെയാ അമ്മ ബേബി ഉണ്ടാവാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവൻ വന്ന് ഈ അമ്മയോട് ഷെയർ ചെയ്തത്? കാരണം ഒരിക്കലും ആ വീട്ടിൽ ഒരാൾ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതൊരു വൃത്തികെട്ട സംഭവമാണെന്ന്. അപ്പോൾ കുഞ്ഞിലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യണം. അതായത് പ്രൈവറ്റ് പാർട്സ് നമ്മൾ മറച്ചു നടക്കാൻ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തതും തൊടാൻ സമ്മതിക്കാത്തതും എല്ലാം സേഫ്റ്റിയാണ് അതിൻ്റെ പിന്നിൽ ഉദ്ദേശം. ഏതൊരു ബോഡി പാർട്സിനേക്കാൾ കൂടുതൽ സേഫ്റ്റി വേണ്ട സ്ഥലങ്ങളാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവരെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അത് ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുകയോ ചെയ്ത് നമ്മളായിട്ട് അവർ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. ഇല്ലെങ്കിൽ വൃത്തികെട്ട കാര്യം ഒരിക്കലും നമ്മളോട് വന്ന് അവർ ഷെയർ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. ഇനി 12-13 വയസ്സായി ഹോർമോൺ ചേഞ്ചസ് വരാൻ തുടങ്ങി, ബോഡിയിൽ ചേഞ്ചസ് വന്നു, ചിന്തകൾ വികാരങ്ങൾ ഒക്കെ ചേഞ്ചസ് വന്നു. അപ്പോൾ കുഞ്ഞിലെ മുതൽ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഫാമിലിയിൽ ഒരു ഓപ്പൺ ഡിസ്കഷന് ചാൻസ് ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഈ ബോഡി ചേഞ്ചസിൻ്റെ ഉദ്ദേശമെന്ന്. എൻ്റെ മോന് 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു, റീപ്രൊഡക്ഷൻ. അപ്പോൾ ആ ചാപ്റ്റർ അവനെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ ഇതെല്ലാം ക്ലാസ്സെല്ലാം ടെക്സ്റ്റിലെല്ലാം ചാപ്റ്ററെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കുട്ടിയെ പ്രസവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പെയിനാണ് ഒരു അമ്മയ്ക്ക് എന്ന് പറഞ്ഞു. ഉടനടി എന്നോട് ചോദിച്ചു അപ്പോൾ പിന്നെ എന്തിനാ അമ്മ പ്രസവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് ലാളിക്കാനായിട്ട് ഞങ്ങൾക്കൊരു മോൻ വേണ്ടായി, പക്ഷെ നീ ജനിച്ചു കഴിഞ്ഞപ്പോൾ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ആ വേദന മുഴുവൻ മറന്നു എന്ന് പറഞ്ഞു. ഉടനടി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കാരണം അമ്മ എത്ര വേദന സഹിച്ചു അല്ലേ, സോറി അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഈ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള മെസ്സേജ് അവനിലേക്ക് എനിക്ക് പാസ് ചെയ്യാൻ പറ്റിയെന്ന്. കാരണം ഇവൻ്റെ ബോഡിയിലും ഈ ചേഞ്ചസ്, ഒരേ കുഞ്ഞുങ്ങളുടെ ബോഡിയിലും ഈ ചേഞ്ചസ് വരുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം സ്നേഹത്തെ അടിസ്ഥാനമാക്കി നിലനിർത്തിക്കൊണ്ട് വംശം നിലനിർത്താൻ വേണ്ടിയാണ്. അതിൽ വൃത്തികേടില്ല എന്നുള്ളൊരു മെസ്സേജ് അവനിലേക്ക് കൺവേ ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഈ വികാരം എന്ന് പറയുന്ന സാധനം മിസ്യൂസ് ചെയ്യാതെ അത് വിവേകത്തോടെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നും കൂടിയുള്ള മെസ്സേജ് അവന് പാസ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. ഇനി ഓരോ ലൈംഗിക പീഡനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടാവുമ്പോൾ പലരും സ്വരമുയർത്തി കണ്ടിട്ടുണ്ട് നിയമം കർശനമാക്കണമെന്ന്. പക്ഷേ ഈ നിയമം കർശനമാക്കിയാൽ ആ നിയമത്തിന് ഒരാളുടെ ചിന്തകളെയും വികാരങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഡൽഹി റേപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സർവേ നടന്നു സ്ട്രീറ്റിൽ വളരുന്ന കുട്ടികളുടെ ഇടയിൽ. അപ്പോൾ അവർ അതിൽ കണ്ടുപിടിച്ചതാണ് ഒരു കുട്ടി ഒരു 40-50 രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ ആ പൈസ കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നത് CD ഷോപ്പിലാണ്. എന്തിനാ? ബ്ലൂ ഫിലിമിൻ്റെ CD മേടിക്കാൻ. അത് ഇട്ട് കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് അറിയില്ല അത്ര. അപ്പോൾ ഇതുപോലെ സാഹചര്യങ്ങൾ വളരുന്ന കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സീഡ് ഒരു ഓൾറെഡി വീണ് കഴിഞ്ഞു, അവൻ്റെ ചിന്തകൾ അങ്ങനെ ആയിപ്പോയി. ഇനി ഇവൻ വളർന്നു വന്നാൽ ഇവൻ ആദ്യം അറിയുക ആ രാജ്യത്തുള്ള നിയമമായിരിക്കും, എന്നിട്ട് അവൻ ശ്രമിക്കുക എങ്ങനെ ആ നിയമത്തെ ഓവർകം ചെയ്യാമെന്നാണ്. അല്ലാതെ അത്രയും പോലും അവൻ്റെ ചിന്തകളെ അവൻ കൺട്രോൾ ചെയ്യില്ല. കാരണം ഓൾറെഡി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവൻ വളർന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക്
ഇതുപോലെ തന്നെ ഡിഗ്രി ലാസ്റ്റ് ഇയർ ഞങ്ങൾക്കൊരു ലൈഫ് ഗൈഡൻസ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്തു. അന്ന് ഞങ്ങൾക്ക് 2 ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പനോട് ചോദിക്കുക, അമ്മയോട് ചോദിക്കുക. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ആ ഒരു ഏജിൽ, ഒരു 20 വയസ്സായ പ്രായമാണല്ലോ, അപ്പോൾ ആ കുട്ടിയെ പ്രിപ്പയർ ചെയ്യുക, അതായത് ഒരു മാരീഡ് ലൈഫിലേക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആൺകുട്ടിയെയും പറ്റി അറിഞ്ഞിരിക്കണം, നീ നിന്നെയും പറ്റി അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലുള്ള കോഴ്സായിരുന്നു അത്. അത് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. ഇനി ഇതുപോലെയുള്ള അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്താൽ മാത്രമേ, അത് വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായാലും ഇതുപോലെയുള്ള അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്താൽ മാത്രമേ നിയമത്തിന് അവിടെ സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ യാതൊരു ചേഞ്ചസും സൊസൈറ്റിയിൽ വരാൻ പോകുന്നില്ല, നിയമം കർശനമാക്കിയത് കൊണ്ട് മാത്രം. എന്നാലും ഒരു ചോദ്യം ബാക്കി. ഈ ബ്രോക്കൺ ഫാമിലിയിൽ വളരുന്ന, ഇതുപോലെ സ്ട്രീറ്റിൽ വളരുന്ന, പാരന്റൽ ഗൈഡൻസ് കിട്ടാത്ത, സ്കൂളിൽ പോവാത്ത കുട്ടികൾക്കൊക്കെ ആര് അവയർനെസ് കൊടുക്കും? അത് ആ ചോദ്യം ഇന്നും ബാക്കി. അപ്പോൾ വീണ്ടും കാണാം. ബൈ.